ഹലോ, വൈകുന്നേരം വെച്ചിട്ട് വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിക്ക് കാളമുക്കിൽ നിന്ന് മീൻ വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചടിക്കേറി യെസ്സും പറഞ്ഞു. അപ്പോൾ അയില ചാളയൊക്കെയാണ് ഇരിക്കണം. അപ്പം ഞാൻ അയില ഇന്നലെ നമ്മൾ കറി വെച്ചതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് ചാള വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വാങ്ങിച്ചിട്ട് വന്ന ചാള ഇത്രയും ചെറിയ ചാളയായിരുന്നു ഞാൻ ഓർത്തില്ല കേട്ടോ. ഒരു കണക്കിനാണ് ഞാനത് വെട്ടിയെടുത്തത്. കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഇത്രയും കുഞ്ഞിച്ചാള ഇരിക്കും. ഭാഗ്യത്തിന് 50 രൂപയ്ക്ക് മാത്രമായിരുന്നു ചാള വാങ്ങിച്ചത്. നമുക്ക് വറുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് വാങ്ങിച്ചത്. ഓൾറെഡി ഇന്നലെ അയില കറി വെച്ചത് കൊണ്ടിട്ട് അതിരിപ്പുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ വറുക്കാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ആണ് ഇങ്ങനെ വാങ്ങിച്ചത്. കുറവേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇത്രയും ചെറിയ അയില വെട്ടിയെടുക്കാനായിട്ട് കുറച്ച് പണി തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വരേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല, കാരണം അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നമ്മളെല്ലാം മീനും വരഞ്ഞ് ശീലം ഇതുകൊണ്ടിട്ടേ അങ്ങനെ ഒരു വര ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഒരു വരയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ടിട്ട് എനിക്ക് മര്യാദക്ക് വെച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വാങ്ങിക്കാത്തത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമുക്കിനി നല്ലൊരു ട്രൈപോഡ് എടുക്കാമല്ലോ ഓർത്തിട്ടാണ് വില കുറഞ്ഞ ട്രൈപോഡുകളൊന്നും നോക്കാത്തത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉണ്ണിമുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിയോമോന് കളിക്കാനുള്ള ടൂൾസിൻ്റെ കിറ്റുമായിട്ടാണ് അവർ വന്നിട്ട് കുറച്ചധികം ദിവസമായി ഓർഡർ ചെയ്തിട്ട്. ഇപ്പോൾ വന്നത് ഇന്നലെയാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അങ്ങനെ അതുമായിട്ട് കളിക്കുന്നതാണ് ഉണ്ണി കാണിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചിറ്റപ്പനും മോനും കൂടി ടൂൾ കിറ്റൊക്കെ എടുത്ത് നോക്കി ഓരോ സാധനങ്ങൾ എന്താണെന്നുള്ളത് അവന് പറഞ്ഞൊക്കെ കൊടുത്തതിന് ശേഷം ചിറ്റപ്പൻ ടൂൾ കിറ്റുമായിട്ട് പണിയാൻ കയറിയത് ജീപ്പിൻ്റെ അടിയിലേക്കാണ്. അപ്പോൾ ജീപ്പിൻ്റെ അടിയിൽ കയറിയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കാട്ടി കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നേരെ അവനും അതിൻ്റെ അടിയിലേക്ക് കയറി അതിനടിയിൽ കിടന്നിട്ട് എന്തൊക്കെയോ പണിയാനുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ജീപ്പിൻ്റെ പപ്പും കൂടെ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് തോന്നണട്ടെ, കാരണം എൻ്റെ മോൻ്റെ കയ്യിലാണല്ലോ ഈ വക സാധനങ്ങളെല്ലാം കിട്ടിയേക്കുന്നത്. കുറച്ച് നേരം ഇരുന്നിട്ട് ഉണ്ണിമുത്ത് ഇറങ്ങിയിട്ടപ്പോൾ അത് കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ എടുത്തണം. അപ്പോൾ അഭിഷേനാണെങ്കിൽ ഇന്നലെ മുതൽ ബ്ലിങ്കിറ്റ് ഓടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 11 മണിയാകും വരുമ്പോഴത്തേനും. നമ്മൾ ആ നേരത്താണ് പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.